നമസ്കാരം. LG വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാർ ജോസഫ് കരിയാറ്റി മെത്രാപ്പോലീത്തയുടെ 238ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം ആലങ്ങാട് സെന്റ് മേരീസ് ദേവാലയത്തിൽ നടന്നു. ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായി കുന്നുകര സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടത്തിയ പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്തു. കോട്ടുവള്ളി കർഷക സഹകരണ സംഘത്തിന്റെ 10ാം വർഷത്തെ ലാഭവിഹിത വിതരണം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മാർ ജോസഫ് കരിയാറ്റി മെത്രാപ്പോലീത്തയുടെ 238ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം ആലങ്ങാട് സെന്റ് മേരീസ് ദേവാലയത്തിൽ നടന്നു. ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിലെ ആദ്യത്തെ തദ്ദേശീയ മെത്രാനായ മാർ ജോസഫ് കരിയാറ്റി മെത്രാപ്പോലീത്തയുടെ 238ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം അദ്ദേഹത്തിന്റെ ഇടവകയായ ആലങ്ങാട് സെന്റ് മേരീസ് ദേവാലയത്തിലെ പാരിഷ് ഹാളിൽ വെച്ച് നടന്നു. രാവിലെ ദിവ്യബലിക്കു ശേഷം കരിയാറ്റി പിതാവിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പഴയ പള്ളിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. ഗോവയെ സംബന്ധിച്ച് ഒരു ചെറിയ, ഇന്ത്യയിലെ ഞാൻ നോർത്ത് ഈസ്റ്റ് വരുന്നതാണ്, ഗോവയിൽ ഒരു ചെറിയ ഇത് നടന്നു. അതിന്റെ ശരീരത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നോർത്ത് ഈസ്റ്റ് ഞാനുണ്ടായിരുന്ന മിസോറാം, ഇവിടെ 86% ആളുകൾ ക്രിസ്ത്യൻ വിശ്വാസികളാണ്. കത്തോലിക്ക സഭ വളരെ കുറച്ചേ ഉള്ളൂ. ഇവിടെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളാണ്, ആംഗ്ലോ സാക്സണാണ് കൂടുതലായിട്ടുള്ളത്. പക്ഷെ ഞാൻ ഈ ഓരോ ഗ്രാമങ്ങളിൽ പോകുമ്പോഴും അന്വേഷിക്കുമ്പോൾ ഒരു സ്ഥലത്ത് പോലും ആരെയെങ്കിലും എന്തെങ്കിലും തരത്തിൽ പ്രലോഭനങ്ങളിലൂടെയും മറ്റും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ ഒന്നും മാറ്റിയിട്ടില്ല. വിശ്വാസമാറ്റമാണ്. നോർത്ത് ഈസ്റ്റിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും അത് തന്നെയാണ് സ്ഥിതിവിശേഷമായിട്ടുള്ളത്. അപ്പോൾ യഹൂദ മതത്തിലൊരു പരിവർത്തനം ഉണ്ടായപ്പോൾ അതിനെ വെച്ചു പൊറുപ്പിക്കാൻ അവർ തയ്യാറായില്ല. ക്രിസ്തുമതം നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വിഷമം അതായിരുന്നു. അതുപോലെ ഇസ്ലാമിനോട് ബന്ധപ്പെട്ടും ഒരു ചെറിയ വിഭാഗമാണ്, ഞാൻ എല്ലാവരെയും ഒന്നും കുറ്റപ്പെടുത്തുകയല്ല. അതിന്റെ പരിണതഫലമാണ് കഴിഞ്ഞ ദിവസം ഇന്തോനേഷ്യയിൽ പരിശുദ്ധ പിതാവ് മാർപ്പാപ്പ എത്തിയ സമയത്ത് 7 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ വകവരുത്താനുള്ള ശ്രമം നടന്നു എന്ന് പറഞ്ഞിട്ട് അവരെ അറസ്റ്റ് ചെയ്തിരിക്കും. പക്ഷെ അതേ ഇന്തോനേഷ്യയുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ ഇന്തോനേഷ്യ 91%, 91% മുസ്ലിങ്ങളുള്ള സ്ഥലമാണ്. പക്ഷേ ചെറിയൊരു വിഭാഗം തീവ്രവാദത്തിലേക്ക് ഇപ്പോൾ കടന്നു പോകുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, വലിയൊരു വിധി അവിടെ ഉണ്ടായിരുന്നു. അതവരുടെ പാരമ്പര്യത്തെയും ചരിത്രത്തെയും അവർ കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്തോനേഷ്യയുടെ എയർലൈൻ്റെ പേരെന്താ? നമ്മുടെ എയർലൈൻസിന്റെ പേര് എയർ ഇന്ത്യ എന്നാണ്. അവരുടെ എയർലൈൻസിന്റെ പേര് ഗരുഡ എയർലൈൻസ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട നഗരത്തിന്റെ പേര് പാടലിപുത്ര എന്നാണ്. അവിടുത്തെ രാഷ്ട്രപതിയുടെ ഗാർഡനിലുള്ളത് ഗീതോപദേശത്തിന്റെ ചിത്രമാണ്. അവിടുത്തെ ഒരു ബാങ്കിന്റെ 5 പ്രധാനപ്പെട്ട ബാങ്കുകൾ ഗവൺമെന്റിനുള്ളതിൽ ഒന്നിന്റെ പേര് കുബേര ബാങ്ക് എന്നാണ്. അവർ പറയുന്ന പരമകാരുണികനായ അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അതല്ലാതെ മറ്റൊരു ദൈവസങ്കല്പം അവർക്കില്ല. പക്ഷെ ചരിത്രവും പാരമ്പര്യവും എല്ലാം നിലനിർത്തിക്കൊണ്ടു പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള സമീപനം സ്വീകരിക്കുന്നു. ഇതൊക്കെ വ്യത്യസ്തം. അറബിവൽക്കരണം വേണോ വേണ്ട എന്നുള്ളതായിരുന്നു അവരുടെ തീരുമാനം. എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ അധ്യക്ഷനായി. അതിരൂപത വികാരി ജനറൽ ഫാദർ വർഗീസ് പോട്ടയ്ക്കൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. വികാരി ഫാദർ പോൾ ചുള്ളി സ്വാഗതം പറഞ്ഞു. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു കരിയാറ്റി നന്ദിയും പറഞ്ഞു. കൺവീനർ അഡ്വക്കേറ്റ് ജൂഡോ പീറ്റർ ഗവർണർക്ക് മെമന്റോ നൽകി ആദരിച്ചു. ഇടവകയിലെ മുതിർന്ന അംഗങ്ങളെയും ജൂബിലി ആഘോഷിക്കുന്ന ദമ്പതികളെയും വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെയും ആദരിച്ചു. കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു.
കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായി കുന്നുകര സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടത്തിയ പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന കാർഷികോത്സവത്തിന്റെ മുന്നോടിയായിട്ടാണ് കളമശ്ശേരി മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ കൃഷികളുടെ വിളവെടുപ്പ് നടന്നത്. കുന്നുകര സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വയൽക്കര അമ്മണത്ത് പള്ളത്ത് സുനീറിന്റെ കൃഷിയിടത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായ കാർഷികോത്സവം ഇന്നു മുതൽ വൈകുന്നേരം മുതലാണ് ആരംഭിക്കുന്നത്. ഉച്ചയ്ക്ക് മുമ്പ് 18 വിളവെടുപ്പുകളാണ് ഇപ്പോൾ നടത്താനുള്ളത്. അതിൽ ആദ്യത്തേതാണ്. ഇടയ്ക്കൊന്ന് വെള്ളം കയറിയെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നല്ല വിളവ് കിട്ടി. എല്ലാവരും പൂക്കൾ വാങ്ങിക്കുക. പൂക്കൾ വിൽക്കാനുണ്ടെങ്കിൽ വൈകുന്നേരം നമുക്ക് അവിടെ എത്താൻ അവിടെയും വിൽപ്പന നടത്താവുന്നതാണ്. നേതൃത്വം നൽകിയ ഈ കർഷകയും മറ്റെല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും അനുമതി കൊടുക്കുകയും ഇത് ഉദ്ഘാടനം നിർവഹിച്ചായിരുന്നു. സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് VS വേണു, കുറ്റിപ്പുഴ പള്ളി വികാരി റവറൻ ഫാദർ ജോഷി വേഴപ്പറമ്പിൽ, കൃഷിക്കൊപ്പം കളമശ്ശേരി കോർഡിനേറ്റർ MP വിജയൻ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടുവള്ളി കർഷക സഹകരണ സംഘത്തിന്റെ 10ാം വർഷത്തെ ലാഭവിഹിത വിതരണം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കോട്ടുവള്ളി കർഷക സഹകരണ സംഘത്തിന്റെ 10ാം വർഷത്തെ ലാഭവിഹിത വിതരണവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ, വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കൽ എന്നിവയോടുകൂടി നടന്നു. ചെറിയപിള്ളിയിലെ സംഘം ഹാളിൽ നടന്ന പരിപാടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. പറവൂരിലൊരു ടൂറിസം സഹകരണ സംഘം 5 സംഘം തുടങ്ങി. 5 നന്നായി നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, അതിൽ ഏറ്റവും നന്നായി നടക്കുന്നത് ഈ സംഘമാണ്. ഞാനതിന് ബാബുവിനെയും സഹപ്രവർത്തകരെയും ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും എല്ലാം രാജുവേട്ടനെയും ഒക്കെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഭംഗിയായിട്ട് പോവാണ്. 500 രൂപ ആണ് എൻ്റെ ഷെയർ. എല്ലാ വർഷവും അതിൻ്റെ 25% കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പം തന്നെ എത്ര കിട്ടി? ഇപ്പോൾ 10ാമത്തെ ഇന്നത്തെയും കൂടി ആകുമ്പോൾ 1250 രൂപ കിട്ടി. അതിൻ്റെ ലാഭവിഹിതമായിട്ട് നിങ്ങളുടെ പൈസ അവിടെ കിടക്കുവാണ്. 500 രൂപ ഷെയറായിട്ട്. അതാണ് ഏറ്റവും നല്ല രീതി. ഇനിയിപ്പോൾ നമുക്ക് സ്വന്തമായി സ്ഥലം വേണം, സ്വന്തമായി കെട്ടിടം വേണം, വലിയ ബാങ്കായിട്ട് വളരണം. ഞാൻ ചോദിച്ചു, നിക്ഷേപമൊക്കെ ഉണ്ടോ? നമുക്ക് ആവശ്യത്തിനുള്ള നിക്ഷേപമൊക്കെ ആളുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ കുറേ കൂടി വലുതാക്കി കൊണ്ടുപോകാൻ ഇനി 10 വർഷം കഴിയുമ്പോൾ അടുത്ത 10 വർഷത്തേക്കുള്ള പ്ലാനാണ്. ഏറ്റവും ഗംഭീരമായിട്ട് അടുത്ത 10 വർഷം ഇത് കൊണ്ടുപോകണം. ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് സഹായം നൽകുന്ന ഒന്നാണ് സഹകരണ സംഘം. ആളുകളുടെ കയ്യിലൊക്കെ പൈസ ഉണ്ടാവും. അത്യാവശ്യത്തിന് ഓടി വന്ന് പൈസ എടുക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പറ്റുന്ന നല്ലൊരു സ്ഥാപനമായി ഇത് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സംഘം പ്രസിഡന്റ് PC ബാബു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പ്രീതി സെൽവൻ സ്വാഗതം പറഞ്ഞു. അസിസ്റ്റന്റ് രജിസ്ട്രാർ S സുമേഷ്, കൃഷി ഓഫീസർ BM അബ്ദുൾ, മുൻ ഡെപ്യൂട്ടി രജിസ്ട്രാർ NB രാജീവ്, സെക്രട്ടറി KA യൂസഫ് എന്നിവർ സംസാരിച്ചു. കൃഷിക്കൊപ്പം കളമശ്ശേരി മാഞ്ഞാലി സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിലെ കൂവ കൃഷി വിളവെടുപ്പ് മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്തു. കളമശ്ശേരിയിൽ നടക്കുന്ന കാർഷികോത്സവത്തിന്റെ ഭാഗമായിട്ടായിരുന്നു വിളവെടുപ്പ്. മന്ത്രി P രാജീവ് കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്ന കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായി മാഞ്ഞാലി സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ ഇറക്കിയ കൂവകൃഷിയുടെ വിളവെടുപ്പ് മന്ത്രി P രാജീവ് നിർവഹിച്ചു. വിവിധ കർഷക ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ മാഞ്ഞാലിയിലും പരിസര പ്രദേശങ്ങളിലുമായി 150ഓളം ഏക്കർ സ്ഥലത്താണ് കൂവകൃഷി ഇറക്കിയിരിക്കുന്നത്. 5 യുവ കർഷകരുടെ കൂട്ടായ്മയിൽ മാട്ടുപുറത്തിറക്കിയ കൃഷിയുടെ വിളവെടുപ്പാണ് മന്ത്രി P രാജീവ് നിർവഹിച്ചത്. ബാങ്ക് പ്രസിഡന്റ് PA സക്കീർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ്, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലത ലാലു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോർജ് മെനേച്ചേരി, ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ AM അലി, KH നാസർ, TK അശോകൻ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ P ഇന്ദു, കൃഷി ഓഫീസർ എൽസ ഗെയിൽസ്, കൃഷിക്കൊപ്പം കളമശ്ശേരി ഭാരവാഹികളായ വിജയൻ പള്ളിയാക്കൽ, TK സലീം, നാസർ, ബാങ്ക് സെക്രട്ടറി TB ദേവദാസ്, അസിസ്റ്റന്റ് സെക്രട്ടറി ഫാസിയ, AA മുജീബ് റഹ്മാൻ, AM അബൂബക്കർ മാസ്റ്റർ, AB അബ്ദുൽ ഖാദർ, AA ഷജീർ എന്നിവർ പ്രസംഗിച്ചു. അപ്പോൾ കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായിട്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും ആദ്യം രംഗത്ത് വന്നത് മാഞ്ഞാലി ബാങ്കാണ്. വളരെ മികച്ച രീതിയിൽ കൂവയുടെ വാല്യൂ അഡീഷണൽ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞു. ലോക വിപണിയിലേക്ക് തന്നെ അത് എത്തിക്കുന്നതിനുള്ള കാര്യങ്ങളിലും വിജയിക്കുമെന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃഷിക്കൊപ്പം കളമശ്ശേരി
എല്ലാവരും ചേർന്ന് വലിയ വിജയമാക്കി തീർത്തിട്ടുണ്ട്. ഇന്ന് ഇവിടെ കൂവയുടെ വിളവെടുപ്പായിരുന്നു. 4 ചെറുപ്പക്കാർ ചേർന്നാണ് ഇവിടെ കൃഷി നടത്തിയിട്ടുള്ളത്. നല്ല രീതിയിൽ അവരുടെ കൃഷിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. മികച്ച വരുമാനം നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു കൃഷിയായിട്ടാണ് കൂവ കൃഷി പൊതുവെ കണക്കാക്കുന്നത്. അപ്പം അതിന് നേതൃത്വം നൽകിയ ബാങ്കിനെയും ഇവിടെ കൃഷിയിൽ ഏർപ്പെട്ടുള്ള 4 ചെറുപ്പക്കാരെയും ഇവിടെയും മറ്റ് പഞ്ചായത്തുകളിലൊക്കെയായി കൂവ കൃഷിയിൽ ഏർപ്പെട്ടുള്ള എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കും. 2022 ജൂലൈ മാസത്തിലാണ് ഇതുപോലുള്ളൊരു സംരംഭത്തിൻ്റെ ആശയവുമായി അന്നത്തെ പ്രസിഡന്റ് ശ്രീ A.M. അലിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി മാഞ്ഞാലി സർവീസ് സഹകരണ ബാങ്ക് ഇങ്ങനൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചത്. വളരെ സമയബന്ധിതമായി 2023 മാർച്ച് മാസത്തിൽ തന്നെ ആ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് ഇങ്ങോട്ട് വളരെ വിപുലമായ രീതിയിൽ നമ്മുടെ മാഞ്ഞാലി മേഖലയിൽ മാത്രമല്ല പരിസര പ്രദേശങ്ങളിലും വ്യാപകമായി കൂവ കൃഷി ചെയ്യുകയും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കളമശ്ശേരി നിയോജകമണ്ഡലത്തിലെ ജനപ്രതിനിധിയും MLAയും നിയമ കയർ വ്യവസായ വകുപ്പ് മന്ത്രിയുമായ ശ്രീ P. രാജീവിൻ്റെ നേതൃത്വത്തിലുള്ള കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗം കൂടിയായിട്ടാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയത്. എല്ലാ വിധത്തിലുള്ള പിന്തുണയും ഇതും ജനങ്ങളുടെ ഭാഗത്തുനിന്നും കർഷകരുടെ ഭാഗത്തുനിന്നും ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നം ലോകത്തെമ്പാടുമുള്ള വിപണിയിൽ എത്തിക്കുക എന്നുള്ള ഒരു മഹത്തായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ കാർഷികോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഒരു കൃഷിയുടെ വിളവെടുപ്പ് ബഹുമാനപ്പെട്ട മന്ത്രി നടത്തിയിട്ടുള്ളത്. കൃഷിക്കൊപ്പം കളമശ്ശേരി കാർഷികോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കാർഷിക ഗ്രാമമായ ചെറിയ തേക്കാനത്ത് പച്ചക്കറി വിളവെടുപ്പ് നടന്നു. മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്തു. കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായുള്ള കാർഷികോത്സവത്തോടനുബന്ധിച്ചാണ് കാർഷിക ഗ്രാമമായ ചെറിയതേക്കാനത്ത് പച്ചക്കറി വിളവെടുപ്പ് നടന്നത്. മികച്ച കർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് വേണുഗോപാലിന്റെ കൃഷിയിടത്തിലാണ് വിളവെടുപ്പ് നടന്നത്. പാവൽ, പടവലം, പീച്ചിൽ എന്നിവയാണ് വിളവെടുത്തത്. മന്ത്രി P. രാജീവ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇന്നു മുതൽ കാർഷികോത്സവം ആരംഭിക്കുകയാണ്. അതിന് മുന്നോടിയായി രാവിലെ 8 മണി മുതൽ 18 കേന്ദ്രങ്ങളിൽ വിവിധ വിളവെടുപ്പുകളാണ്. ഇപ്പോൾ ഇവിടെ പച്ചക്കറി കഴിഞ്ഞു, പൂക്കൾ കഴിഞ്ഞു, പിന്നെ നെല്ലുണ്ട്, മറ്റു പച്ചക്കറികളുണ്ട്, മത്സ്യമുണ്ട്, കൂണുണ്ട്, കായുണ്ട്, എല്ലാത്തിൻ്റെയും വിളവെടുപ്പാണ്. വൈകിട്ട് 4 മണിക്കാണ് കാർഷികോത്സവം കളമശ്ശേരിയിൽ ആരംഭിക്കുന്നത്. റവന്യൂ മന്ത്രി ശ്രീ രാജൻ, അതോടൊപ്പം തന്നെ പ്രമുഖ ഗായിക KS ചിത്ര ഇവർ ഉദ്ഘാടനം നിർവഹിക്കും. അതിനുശേഷം ഗസലുണ്ടായിരിക്കും. എല്ലാ സ്റ്റോളുകളും ഇപ്പോൾ തന്നെ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. പ്രവേശനം പൂർണ്ണമായിട്ടും സൗജന്യമാണ്. എല്ലാവരെയും കളമശ്ശേരി കാർഷികോത്സവത്തിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാർ ജോസഫ് കരിയാറ്റി മെത്രാപ്പോലീത്തയുടെ 238ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം ആലങ്ങാട് സെന്റ് മേരീസ് ദേവാലയത്തിൽ നടന്നു. ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായി കുന്നുകര സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടത്തിയ പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്തു. കോട്ടുവള്ളി കർഷക സഹകരണ സംഘത്തിന്റെ 10ാം വർഷത്തെ ലാഭവിഹിത വിതരണം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നാളെ ഇതേ സമയം LG വിഷനിൽ. നമസ്കാരം.